തൊടുപുഴയിലെ ജോസഫ് സാറിന്റെ കൈവെട്ട് കേസ് എന്ന് പറയുന്നത്? ഒന്ന് സഡനായിട്ടാണ് ഇവിടെ വരുന്നത്. ഒരു കട്ടയുള്ളെങ്കിൽ നമുക്ക് ആ ഒരു അത് മാത്രം കറക്റ്റ് ചെയ്ത് എല്ലാം ശരിയാക്കി എടുക്കാം. ഇത് മൾട്ടിപ്പിൾ ആയപ്പോൾ വലിയൊരു അഡ്വഞ്ചറായിരുന്നു. അപ്പോൾ പ്ലാസ്റ്റിക് സർജറി എന്നുള്ളത് തന്നെ ഇപ്പോൾ വലിയൊരു ബ്രോഡ് സ്പെഷ്യാലിറ്റി ആയി വന്നിരിക്കുന്നത്. കാൽ തലവരൽ മുതൽ മുടി വരെ പ്ലാസ്റ്റിക് സർജറി ചെയ്യുന്നുണ്ട്. പ്ലാസ്റ്റിക് സർജറി എന്നൊരു വിഭാഗം തിരഞ്ഞെടുക്കാനുള്ള ഒരു കാരണമൊക്കെ എന്താണ്? പ്ലാസ്റ്റിക് സർജറി എന്നൊരു സൂപ്പർ സ്പെഷ്യാലിറ്റിയാണ്. വളരെയധികം സമയം എടുത്ത് സൂപ്പർ സ്പെഷ്യാലിറ്റി വരാതായിട്ട് തെറ്റിദ്ധാരണ കൂടി ഉണ്ടായിരുന്നു. പ്ലാസ്റ്റിക് മെറ്റീരിയൽ ഉപയോഗിച്ചാണ് ഈ സർജറി ചെയ്യുന്നതെന്ന്. അത് ബേൺസ് ആയിരുന്നു കേട്ടോ. കുഞ്ഞുനാളിൽ പൊള്ളിയതായിരുന്നു. ആ പൊള്ളലിൻ്റെ വൈകല്യമായിരുന്നു. അപ്പോൾ ആ കുട്ടിയെ പറഞ്ഞതും അതിനും എല്ലാം കഴിഞ്ഞ് ഓപ്പറേഷൻ കഴിഞ്ഞ് പോയതും. വൈദ്യശാസ്ത്ര രംഗത്തെ വേറിട്ട വ്യക്തിത്വം, കേരളത്തിലെ ആദ്യത്തെ പ്ലാസ്റ്റിക് സർജൻ, എറണാകുളം സ്പെഷ്യലിസ്റ്റ് ആശുപത്രിയുടെ സ്ഥാപകനുമായ ഡോക്ടർ KR രാജപ്പനാണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത്. സാർ നമസ്കാരം. 90 വയസ്സിന് ശേഷവും ആതുര സേവന രംഗത്ത് കർമ്മനിരതയോടെ പ്രവർത്തിക്കുകയാണ്. എങ്ങനെയായിരുന്നു ഇതിന്റെ ഒരു തുടക്കം? കേരളത്തിലെ ഒരു വൈദ്യ വിദ്യാഭ്യാസ രംഗവും ഇല്ലാതിരുന്ന ഒരു സാഹചര്യത്തിൽ എങ്ങനെയായിരുന്നു ഈ ആതുര സേവന രംഗത്തേക്കുള്ള കടന്നുവരവൊക്കെ? വിദ്യാഭ്യാസ കാലത്ത് സ്കൂൾ ജീവിതം ഒക്കെ കഴിഞ്ഞ ശേഷം കോളേജിൽ പോയി തുടങ്ങിയ കാലത്ത് തന്നെ ഇങ്ങനെ ഒരു ആശയം മനസ്സിൽ ഉദിച്ചിരുന്നു. അത് അന്നൊക്കെ ആ കാലങ്ങളിലൊക്കെ മെഡിക്കൽ കോളേജൊന്നും നമുക്കില്ലാത്തൊരു കാലമായിരുന്നു. പക്ഷേ അത് വലിയൊരു ആവശ്യമുള്ളൊരു കാര്യമാണ്. പ്രത്യേകിച്ച് ആരോഗ്യപരിപാലനത്തിനും മനുഷ്യൻ്റെ ജീവിതത്തിനും നന്മയ്ക്കും ഒരാവശ്യമുള്ള കാര്യമാണ് എന്ന് മനസ്സിലാക്കിയിരുന്നു ആ കാലത്ത്. പക്ഷേ അതിനുവേണ്ടിയുള്ള ഒരു വിദ്യാഭ്യാസം ലഭിക്കുവാനുള്ള മാർഗം നമുക്ക് കേരളത്തിലില്ലായിരുന്നു. മറ്റു മറുനാടുകളിലെല്ലാം പോയി വിദ്യാഭ്യാസം നടത്തിയില്ല. അപ്പോൾ അന്ന് വീട്ടിലുള്ള മറ്റുള്ള എൽഡേഴ്സൊക്കെ സംസാരിക്കുന്നതിൽ അവർ പറയുന്ന ആ ഉപദേശങ്ങൾക്കും ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ തോന്നി ഇത് നല്ലൊരു ഫീൽഡാണ് ഈ ആരോഗ്യരംഗം. അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ ആദ്യത്തെ ഒരു തുടങ്ങാനുള്ളൊരു കാരണം തന്നെ. അപ്പോൾ അത് മനസ്സിലുണ്ടായിരുന്നു. അത് സ്കൂൾ ജീവിതം കഴിഞ്ഞ് കോളേജിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴും അന്ന് തന്നെ അത് മനസ്സിലുണ്ട്. ആ ഒരു പ്രചോദനം ലഭിക്കാനുള്ള പ്രത്യേക കാരണങ്ങൾ നമ്മുടെ കാരണവന്മാർ തന്നെ, പ്രത്യേകിച്ച് എൻ്റെ ഒരു അമ്മാവനുണ്ടായിരുന്നു. അദ്ദേഹം ഇതിനുവേണ്ടി ശ്രമിച്ചിരുന്ന ആളായിരുന്നു എന്നൊക്കെ പറയാറുണ്ടായിരുന്നു. അത് നല്ല പ്രചോദനമായിരുന്നു ഇതിലേക്ക് പോകാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് ഇൻ്റർമീഡിയറ്റ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇതിലേക്ക് എങ്ങനെയെങ്കിലും പോകണം എന്നുള്ള ഒരു ആശയിലിരിക്കുന്ന കാലത്ത് ഏതാണ്ട് ആ കാലങ്ങളിൽ ആണ് നമുക്ക് മെഡിക്കൽ കോളേജ് വന്നിട്ടില്ലായിരുന്നു. 1951 നമുക്ക് കേരളത്തിൽ ആദ്യത്തെ മെഡിക്കൽ കോളേജ് വരുന്നത്. തിരുവനന്തപുരത്തായിരുന്നത്. അന്നൊക്കെ ഇത് ആദ്യം വരുന്ന വലിയൊരു സംഭവമാണല്ലോ. അപ്പോൾ മഹത്തായ സംഭവമാണ്. അപ്പോൾ അതിനൊക്കെ വലിയ ആൾക്കാരുടെ തളവാണ്. സീറ്റ് കിട്ടാമെന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ലായിരുന്നു. അപ്പോൾ ആ കാലങ്ങളിൽ അത് മനസ്സ് വെച്ചുകൊണ്ടിരുന്ന് പിന്നീട് അതിന് പോകാനൊരു താല്പര്യവും അതിനൊരു സൗകര്യവും കൂടി കിട്ടി. മെഡിക്കൽ കോളേജിൽ അന്ന് സീറ്റ് ഗവൺമെൻറ് തലത്തിൽ സെലക്ട് ചെയ്ത് വിടുന്ന ഒരു കാലഘട്ടം. ആ കാലഘട്ടത്തിൽ വലിയൊരു ഉപകാരമായി. ഈ പ്രവർത്തനത്തിന് അതിന് ശ്രമിക്കാൻ ആ ശ്രമം ഫലവത്തായി. അങ്ങനെയാണ് ആദ്യ കാലങ്ങളിൽ പോകാനുള്ള കാരണം തന്നെ. ആദ്യമായിട്ട് ഇപ്പം ഇവിടുന്ന് ഒരാൾ ആതുര സേവന രംഗത്തേക്ക് പോകുന്നു എന്ന് പറയുമ്പോൾ തന്നെ ഒരുപാട് വെല്ലുവിളികൾ നേരിട്ടിട്ടാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് തന്നെ. അങ്ങനെ നേരിട്ട വെല്ലുവിളികൾ എന്തൊക്കെയാണ്? തീർച്ചയായിട്ടും എല്ലാ കാര്യങ്ങളും ഉണ്ടായിരുന്നു. അന്ന് ഈ ആദ്യകാലങ്ങളിൽ കർണാടകയിൽ അവിടെ മെഡിക്കൽ കോളേജിൽ നിന്ന കാലത്ത് കൂടി നമുക്ക് അന്നും ഇല്ലായിരുന്നു. അവരായിരുന്നു ആദ്യം വന്നത്. അപ്പോൾ ആ കാലങ്ങളിലൊക്കെ തന്നെ അന്ന് വലിയൊരു വിഷമമായിട്ട് എല്ലാ കാര്യങ്ങളും കൊണ്ടും വലിയൊരു ഫീസ് കൊടുക്കണം എന്നുള്ള ധാരണയൊക്കെ അന്നുണ്ടായിരുന്നത്. എത്രയാണ് ഫീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ഭുതപ്പെടും. 5000 രൂപ ഇന്നത്തെ കാലത്ത്. അത് വലിയ സംഭവമാണ്. അന്ന് 5000 രൂപയ്ക്ക് ഫീസ് കൊടുത്ത് പഠിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ ഇന്നൊക്കെ മാറിയില്ല. അതൊക്കെ വളരെ വ്യത്യസ്തമായത്. അപ്പോൾ അതിന് അവൈലബിലിറ്റി, വിദ്യാഭ്യാസം ലഭിക്കാൻ ഉള്ള സ്ഥാപനങ്ങളില്ലാത്തതുകൊണ്ട്. ഇന്ത്യയൊക്കെ ഇൻഡിപെൻഡൻ്റ് കഴിഞ്ഞ് കുറച്ച് നാളല്ലേ ആയിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ടുള്ള വിഷമങ്ങളായിരുന്നു. അപ്പോൾ അതൊക്കെ തരണം ചെയ്ത് പിന്നെ മെഡിക്കൽ കോളേജ് വരാൻ തുടങ്ങിയപ്പോഴായിരുന്നു
ആദ്യകാലങ്ങളിൽ ഈ പറഞ്ഞ മാതിരി മറ്റുള്ള സ്റ്റേറ്റുമായിട്ടുള്ള നമ്മുടെ ഗവൺമെൻറ്റുമായിട്ടുള്ള എക്സ്ചേഞ്ച് പ്രോഗ്രാമിലൊക്കെ പെട്ടാണ് അന്ന് ആ കാലങ്ങളിൽ സീറ്റ് കിട്ടിയിരുന്നത്. കേരളത്തിലെ ആദ്യത്തെ പ്ലാസ്റ്റിക് സർജനാണ്. ഈ പ്ലാസ്റ്റിക് സർജറി എന്നൊരു വിഭാഗം തിരഞ്ഞെടുക്കാനുള്ള ഒരു കാരണമൊക്കെ എന്താണ്? പ്ലാസ്റ്റിക് സർജറി ഇപ്പോൾ മെഡിക്കൽ കോളേജിൽ പോകുന്നുള്ളത് തീർച്ചയായിട്ടും ഒരു ആരോഗ്യ രംഗത്ത് ഒരാവശ്യമുള്ള കാര്യം തന്നെ ആയിത്തീർന്നു. പക്ഷേ അന്നൊക്കെ ഈ സ്പെഷ്യലൈസേഷൻ ഇല്ല. ഇതിപ്പോൾ ഈ പ്ലാസ്റ്റിക് സർജറി എന്ന് പറഞ്ഞാൽ ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റിയാണ്. പക്ഷേ ഇത് കൂടാതെ ഇതിനു മുമ്പ് സ്പെഷ്യാലിറ്റീസ് ഉണ്ട്, അത് കഴിഞ്ഞിട്ട് വേണം. അപ്പോൾ ആദ്യകാലത്ത് വെറും MBBS വന്ന് അവർ തന്നെ വലിയ ഡോക്ടേഴ്സാണ്. MBBS മുമ്പായിട്ട് ഡിപ്ലോമക്കാരുണ്ടായിരുന്നു, LMB മുതലായ ഡിപ്ലോമക്കാരായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഈ MBBS. ഈ MBBS കഴിഞ്ഞതിന് ശേഷം ആദ്യം ഒരു സ്പെഷ്യാലിറ്റി വരുന്നു, അതും കഴിഞ്ഞിട്ടാണ് സൂപ്പർ സ്പെഷ്യാലിറ്റി. അപ്പോൾ വളരെയധികം സമയമെടുത്തു സൂപ്പർ സ്പെഷ്യാലിറ്റി വരാതായിട്ട്. അത് വന്നപ്പോൾ തന്നെ അത് വലിയൊരു അത്ഭുതമായിരുന്നു ആദ്യകാലങ്ങളിലെല്ലാം. പിന്നീടാണ് അത് വളർന്നപ്പോൾ അതിൽ തന്നെ ഇപ്പോൾ സൂപ്പർ സ്പെഷ്യാലിറ്റി തന്നെ ഡിവിഷൻ വന്നു കഴിഞ്ഞിട്ട് അത് വീണ്ടും വളർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ പ്ലാസ്റ്റിക് സർജറി എന്നുള്ളത് തന്നെ ഇപ്പോൾ വലിയൊരു ബ്രോഡ് സ്പെഷ്യാലിറ്റിയായി വന്നിരിക്കുന്നത്. തലവരൽ മുതൽ മുടി വരെ പ്ലാസ്റ്റിക് സർജറി ഉണ്ട്, ചെയ്യുന്നുണ്ട്, അതേ മാറുന്നുണ്ട്. അന്നത്തെ കാലത്ത് പ്ലാസ്റ്റിക് സർജറിയുടെ ഒരു അക്സെപ്റ്റൻസ് ഒക്കെ എങ്ങനെയായിരുന്നു? ആൾക്കാർ അംഗീകരിക്കുന്ന ഒരു കാലമായിരുന്നില്ലല്ലോ. അവർക്ക് വാസ്തവം പറയുന്നത് അതിനെപ്പറ്റി ഒരു നല്ല രൂപമില്ലായിരുന്നു. എന്താണ് പ്ലാസ്റ്റിക് സർജറി ഇല്ല, തെറ്റിദ്ധാരണ കൂടി ഉണ്ടായിരുന്നു. പ്ലാസ്റ്റിക് മെറ്റീരിയൽ ഉപയോഗിച്ചാണ് ഈ സർജറി ചെയ്യുന്നത് എന്നുള്ളത്. പ്ലാസ്റ്റിക് സർജറി ഒന്നും ആവശ്യമില്ല, പ്ലാസ്റ്റിക്കിൻ്റെ ആവശ്യം വരുന്നില്ല. പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ പ്ലാസ്റ്റിക് സർജറി എന്ന ഒരു ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ വൈകല്യ വൈരൂപ്യ നിവാരണം, വൈകല്യ നിവാരണം എന്നാണ് കാര്യമായിട്ടുള്ള അതിനർത്ഥം വരുന്നത്. അപ്പോൾ അതിനെപ്പറ്റിയൊന്നും അറിയാൻ പാടില്ലായിരുന്നല്ലോ. പിന്നെ ആ പേരകം നിലനിൽക്കുന്നത് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഒരുവിധം മനുഷ്യർ മനസ്സിലായി തുടങ്ങി വൈകല്യം മാറ്റാനുള്ള ഒരു മാർഗമാണ്. ആദ്യമൊക്കെ എല്ലാവരും വിചാരിച്ചിരുന്നത് സൗന്ദര്യ സംരക്ഷണത്തിനാണ് പ്ലാസ്റ്റിക് സർജറി ഉപയോഗിക്കുന്നതെന്നാണ്. ആദ്യത്തെ ഒരു തെറ്റിദ്ധാരണകളൊക്കെ അങ്ങനെയായിരുന്നു. ഇപ്പൊ അങ്ങനെ ഒരു തെറ്റിദ്ധാരണയല്ല, വളരെ വലിയൊരു മാറ്റം തന്നെ വന്നിട്ടുണ്ട്. എല്ലാവരും വിചാരിക്കുന്ന മുഖത്തിനായിരിക്കും ചെയ്യുന്നതെന്നൊക്കെയായിരുന്നു. എങ്ങനെയാണ് ആദ്യത്തെ ഒരു പ്ലാസ്റ്റിക് സർജറിയുടെ എക്സ്പീരിയൻസ് ഒക്കെ എങ്ങനെയാണ്? അതൊരു വാസ്തവമാണ്. ഇന്നും ഒരു പരിധി വരെ അത് നിലനിൽക്കുന്നുണ്ട് ഈ ഒരു ആശയം. അതിപ്പോൾ ഗവൺമെൻറ് തന്നെ ഇപ്പോൾ അത് ചില വ്യത്യാസങ്ങളൊക്കെ വരുത്തി. അതായത് ഇപ്പോൾ ഇന്നലത്തെ കഴിഞ്ഞ ആഴ്ചയിൽ ഒരു റിപ്പോർട്ടിലാണ് വന്നിരിക്കുന്നത്, ഗവൺമെൻറ് ഇതിന് ടാക്സ് തുടങ്ങിയിരുന്നു. വൈകല്യത്തിന് വൈരൂപ്യം മാറ്റാനായിട്ട്. അപ്പോൾ സൗന്ദര്യീകരണ ശസ്ത്രക്രിയ എന്നുള്ള നിലയിലാക്കി. അപ്പോൾ സൗന്ദര്യീകരണം ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും വലിയ തോതിൽ ടാക്സ് കൊടുക്കണം എന്നുള്ള നിലയിലാക്കിയിരിക്കുകയാണ്. ഇപ്പോൾ ആയിക്കഴിഞ്ഞു. ഇപ്പോൾ കഴിഞ്ഞ മാസത്തിൽ നമ്മളുടെ ഇവിടെ തന്നെ ഒരു ഇൻസ്ട്രക്ഷൻ വേണ്ടി വന്നിരുന്നു, എത്ര സൗന്ദര്യീകരണ ശസ്ത്രക്രിയ ചെയ്തു അതിൻ്റെ ടാക്സ് തരണം എന്ന് പറഞ്ഞിട്ടാണ് വന്നത്. അത് കഴിഞ്ഞ് പോയിരിക്കുകയാണ്. അപ്പോൾ അത് വളരെ വല്ലപ്പോൾ ഗവൺമെൻറ് ആ റൂൾ പാസ്സാക്കിയെങ്കിലും അതങ്ങനെ പൂർത്തീകരിക്കാൻ സാധിച്ചില്ല. എവിടെയാണ് വ്യത്യാസം? സൗന്ദര്യീകരണം എവിടെ, അതല്ലാത്ത സൗന്ദര്യം അത് തിരിച്ചെടുക്കാൻ കുറച്ച് വിഷമമായിരുന്നു. അതിപ്പോൾ തിരിച്ചെടുത്തുകൊണ്ടിരിക്കുകയാണ് ഗവൺമെൻറ്. അപ്പോൾ അത് ഒരു ബ്രാഞ്ചാണ്, പ്ലാസ്റ്റിക് സർജറി ചെറിയൊരു ബ്രാഞ്ചാണ് സൗന്ദര്യം. കേരളത്തിലെ പ്രശസ്തമായ ഒരു കേസായിരുന്നു തൊടുപുഴയിലെ ജോസഫ് സാറിന്റെ കൈവെട്ട് കേസ് എന്ന് പറയുന്നത്. അപ്പോൾ സാറിനെ സർജറി ചെയ്തത് ഇവിടെയായിരുന്നു. അതിനെ പറ്റിയുള്ള അനുഭവങ്ങൾ എന്തൊക്കെയാണ്? ഇത് ഈ ജോസഫ് ഒരു പ്രൊഫസറാണ്. അപ്പോൾ അന്ന് സഡനായിട്ടാണ് ഇവിടെ വരുന്നത്. അതിനെപ്പറ്റി ഞങ്ങൾക്കൊന്നും അറിയില്ലല്ലോ. അപ്പോൾ മൾട്ടിപ്പിൾ കട്ട്സാണ് അവിടെ. ഒരു കട്ട് കൊണ്ട് പോവുകയല്ല, മൾട്ടിപ്പിളായിട്ട് പീസസായിട്ടാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരു കട്ടയുള്ളെങ്കിൽ നമുക്ക് ആ ഒരു അത് മാത്രം കറക്റ്റ് ചെയ്ത് എല്ലാം ശരിയാക്കി എടുക്കാം. ഇത് മൾട്ടിപ്പിളായപ്പോൾ വലിയൊരു അഡ്വഞ്ചറായിരുന്നു അത് ശരിയാക്കി എടുക്കാൻ വേണ്ടി. ഓരോ സ്ഥലത്തും കൂട്ടിച്ചേർക്കണം. വളരെയേറെ വർക്കുണ്ട്, വളരെ മണിക്കൂറുകളോളം വളരെയധികം ഡോക്ടർമാർ നിന്നാൽ മാത്രമേ ചെയ്യാൻ സാധിക്കൂ. ഇതൊക്കെ കഴിഞ്ഞാലും കിട്ടുമെന്നൊരു സംശയമാണ്. അതായിരുന്നു ജോസഫിൻ്റെ പ്രോബ്ലം. പക്ഷേ അവിടെ വളരെ ഭംഗിയായിട്ട് ചെയ്യാനും ആ കൈ സാൽവ് ചെയ്യാനും സാധിച്ചു. അന്ന് നമ്മുടെ കൂടെയുള്ള ഡോക്ടർ ജയനും ജയൻ്റെ കൂടെ വേറെ കുറച്ച് പേരൊക്കെ ഉണ്ടായിരുന്നു.
നമുക്കിപ്പോഴുണ്ട് കുറേ കൂടെ ഉണ്ട് കുറച്ച് പേര് ക്ലാസ്സുകളുണ്ട്. അവരെല്ലാവരും കൂടി എഫർട്ട് കൊണ്ടാണ് സാധിച്ചത്. അത് വലിയൊരു സംഭവമായിരുന്നു. അപ്പം അങ്ങോട്ടാണെങ്കിൽ അത് അന്നൊന്നും ആൾക്കാർക്കൊന്നും അറിയാൻ സാധിച്ചില്ലെങ്കിലും വലിയൊരു സാക്രിഫൈസാണല്ലോ അദ്ദേഹം ചെയ്തത്. അയാൾ ഒന്നത്തെ മറ്റുള്ള ഈ ജാതി പ്രശ്നങ്ങളൊക്കെ കൊണ്ടുവന്ന് അതിൽ വന്നിട്ട് പോകുന്ന അപകടമായിരുന്നത്. അപ്പോൾ ആ അപകടത്തിൽ നിന്ന് അത് രക്ഷപ്പെടുത്തി വലിയൊരു സംഭവമായിരുന്നു. അദ്ദേഹത്തിന് പിന്നെ അയാളുടെ വൈഫ് സൂസൈഡ് ചെയ്തു. അങ്ങനെ പല പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതായിരുന്നു. വലിയൊരു കാര്യം നല്ല കാര്യമായിരുന്നു. ഇപ്പം ആദ്യത്തെ ഒരു പ്ലാസ്റ്റിക് സർജറി ചെയ്തതൊക്കെ ഓർക്കുന്നുണ്ടോ? ആദ്യത്തെ എക്സ്പീരിയൻസ് എന്തായിരുന്നു? അതിപ്പോൾ വാസ്തവം പറയുകയാണെങ്കിൽ അന്ന് ആദ്യകാലങ്ങളിൽ നമ്മൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ 1961-62 ഞാൻ വർക്ക് ചെയ്തു. അപ്പോൾ അന്ന് സർജറി ചെയ്യുമ്പോൾ അന്ന് പ്ലാസ്റ്റിക് സർജറി ഇല്ല, അല്ലാതെ സർജറിയാണ് ചെയ്യുന്നത്. ഈ പീഡിയാട്രിക്സ് കൊച്ചു കുഞ്ഞുങ്ങൾക്കുള്ള ഈ വൈകല്യം, ചുണ്ട് വൈകല്യം, ആണാക്ക് വലിയ ചുണ്ടും മോണയും വൈകല്യം ഉണ്ടാകുക, ക്ലെഫ്റ്റ് ലിപ്പ്, ക്ലെഫ്റ്റ് പാലറ്റ് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ആ വൈകല്യം മാറ്റിയെടുക്കുക എന്നുള്ളത് അത് ഇന്നൊക്കെ വൈകല്യം മാത്രമല്ല അവിടെ വൈകല്യം ചെയ്യുക, അങ്ങനെ ആക്കിത്തരുന്നു. അന്നത് ആ പേര് പറയുക അല്ലെങ്കിൽ അതിനെപ്പറ്റിയുള്ളൊരു വിചാരം ഉണ്ടായിരുന്നു. ഇന്ന് അത് മാറ്റി ജനറൽ സർജറിയിൽ നിന്ന് ആ വിഭാഗം മാറ്റിയിട്ട് അത് പ്ലാസ്റ്റിക് സർജറിയിലേക്ക് മാറ്റി, സൗന്ദര്യീകരണമായി. ഈ സൗന്ദര്യ ചികിത്സയ്ക്ക് അപ്പുറം ഇതിനെ ഒരു വൈകല്യ നിവാരണത്തിലേക്ക് എത്തിച്ചതിൽ സാറിന്റെ ഒരു പങ്ക് വളരെ വലുതാണ്. അപ്പൊ അതിനെപ്പറ്റി എന്താണ് പറയാനുള്ളത്? അതിപ്പോൾ ആദ്യകാലങ്ങളിലൊക്കെ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഈ വൈകല്യം കൊണ്ട് വളരെയേറെ പ്രായമായവരെ കാണാറുണ്ട്. സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ കാണാറുണ്ട്. കുട്ടികളുടെ കാര്യം കുട്ടികളാണ്. വലിയ പ്രായമായ ആൾക്കാർ ഈ വൈകല്യം കൊണ്ട് നടക്കുമായിരുന്നു. മുറിച്ചുകൊണ്ട് മുറിയാണ്. ഇന്നൊക്കെ ഒരാളെ കാണില്ല. അതായത് അവരെ കുഞ്ഞുങ്ങൾ പോയി തന്നെ ഓപ്പറേഷൻ ചെയ്ത് ശരിയാക്കി തീർത്തു. പക്ഷെ അന്നൊക്കെ വളരെയേറെ ആയിരുന്നു. അന്ന് ഇതിനു വേണ്ടി ആരും പോകില്ല, ഓപ്പറേഷൻ സാധിക്കില്ല പെർഫെക്റ്റായിട്ട് ചെയ്ത് തീർക്കാനായിട്ട്. ഇന്നത് വളരെ എളുപ്പം ചെയ്യാൻ സാധിക്കുന്ന ഒരു നില വന്നിട്ടുണ്ട്. സാറിന്റെ ഒരു അനുഭവത്തിൽ നിന്ന് മറക്കാനാവാത്ത എന്തെങ്കിലും ഒരനുഭവം ഉണ്ടോ ഇതുവരെ ചെയ്തതിൽ നിന്ന്? ഇതേമാതിരിയുള്ളതൊക്കെ ഇതൊക്കെ കാണുന്നു. ഈ പേപ്പർ റിപ്പോർട്ട് ഇതൊക്കെ ആയിട്ട് കാണുമായിരിക്കും. അന്ന് ഈ കണ്ണൂർ വെച്ചൊക്കെ ഒരു കുട്ടിയുടെ കാലിന് ബോംബേറിൽ തകർന്നു പോയതും അതിൽ പിന്നീട് പ്ലാസ്റ്റിക് സർജറി ചെയ്ത് രക്ഷപ്പെടുത്തിയൊക്കെ കാണുമായിരിക്കും. അപ്പോൾ ആ കുട്ടിയാണ് ഇപ്പോൾ ഈ മാസം ആ കുട്ടിയുടെ കല്യാണമാണ്. ആ കുട്ടി MBBS പഠിച്ചു. അതും കഴിഞ്ഞിട്ട് ഇപ്പോൾ പോസ്റ്റ് ഗ്രാജുവേറ്റും കഴിഞ്ഞു, ഡോക്ടറായി. അപ്പോൾ ആ കുട്ടി അവിടെ നിന്ന് ഇവിടെയാണ് ചികിത്സ ചെയ്ത് മുകളിലായിരുന്നു, കുഞ്ഞായിരുന്ന ഇത്ര ആ കുട്ടിയാണ്. അപ്പോൾ കല്യാണത്തിന് വരണമെന്ന് പറഞ്ഞ് വിളിച്ചിരുന്നു. അപ്പോൾ ആ കുട്ടി അന്ന് അപകടം കൊണ്ടുള്ള, അത് ജനനാലുള്ളതല്ല, അപകടങ്ങൾ കൊണ്ടുണ്ടായ വൈകല്യമാണ്, വൈരൂപ്യം ഉണ്ടായിരുന്നു. അപ്പോൾ അതേമാതിരിയുള്ള ധാരാളം കേസസ് ഉണ്ട്. വേറെ ഒരു ഉദാഹരണം ഒരു തവണ ഈ ക്യാമ്പ് നടത്തി രോഗികളെ കണ്ടെത്തി നമ്മളവർക്ക് ചികിത്സ ചെയ്ത് കൊടുക്കും. അത് പാവപ്പെട്ടവർ ധാരാളം വരും. അവർക്ക് ചിലവ് സഹിക്കാൻ പറ്റാത്തതുകൊണ്ട് ഇതിനിവിടെ സഹായം ചെയ്യുന്നതുകൊണ്ട് ധാരാളം വരുമായിരുന്നു. അങ്ങനെയുള്ള ഒരു 6 പേര് ഈ ഓപ്പറേഷൻ കഴിഞ്ഞ് പോയി മാരേജ് ചെയ്ത് അവരുടെ ഹസ്ബൻഡോട് കൂടി കുറേ നമ്മൾ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് വളരെ നാൾ കഴിഞ്ഞിട്ടാണ് അവരെയൊക്കെ വിളിച്ച് വരുത്തി നമ്മൾ അവരുടെ ഫോട്ടോ ഒക്കെ എടുത്ത്. അതെൻ്റെ കയ്യിലുണ്ടായിരുന്നു, തപ്പി പിടിക്കുന്ന എവിടുന്നാണ്. അപ്പോൾ ഭാര്യയും ഭർത്താവും ഇത് ഓപ്പറേഷനൊക്കെ കഴിച്ച് വളരെ ഭംഗിയായിട്ട് സുഖമായിട്ടും സന്തോഷത്തോടെ ജീവിക്കുന്ന ഒരു ജീവിതം അന്നങ്ങനെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അങ്ങനെ കാണാൻ പറ്റില്ല. ഇപ്പോൾ കുഞ്ഞുനാളെ കൊണ്ടുവരുന്ന അവൻ്റെ അടുത്ത് 1 വയസ്സ് 1.5 വയസ്സ്. ഏറ്റവും സങ്കടം തോന്നിയ എന്തെങ്കിലും അനുഭവം ഉണ്ടായിട്ടുണ്ടോ? ഏറ്റവും സങ്കടം ഈ ആശുപത്രിയിലുള്ളൊരു സംഭവമാണ്. എനിക്ക് ഒരു കുട്ടി നമ്മുടെ കാഷ്വാലിറ്റിയിൽ വന്നു. ഇതേമാതിരി സുഖത്തിന് വേണ്ടി കുട്ടിയും കുട്ടിയുടെ കുട്ടി അമ്മയും മറ്റുള്ളവരൊക്കെ വരും. അപ്പോൾ ഞങ്ങൾ ചോദിച്ചു, കുട്ടി എന്തുകൊണ്ട് ഇതിന് മുമ്പ് ചികിത്സയ്ക്ക് വേണ്ടി പോയില്ല, എൻ്റെ കൂടെയുള്ളവരൊക്കെ പോയി. അപ്പോൾ അതൊക്കെ ഞാൻ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ അതിൽ നിന്ന് ഇപ്പോൾ അവർ പറയുകയാണ്, ഈ കുട്ടി
കുട്ടിയുടെ അച്ഛൻ വരുന്ന സമയത്ത് ഓടി ഒളിക്കും. കട്ടിലിൻ്റെ അടിയിലോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ഒക്കെ പോയി ഒളിക്കും. ആ ഒളിക്കുക എന്ന് പറഞ്ഞാൽ പേടിയാണ്, അല്ലെങ്കിൽ അച്ഛൻ തല്ലുകയാണ് ചെയ്യുക, അടിക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഓരോ പ്രാവശ്യം അടി കൊള്ളാതിരിക്കാനാണ് ഓടി ഒളിക്കുന്നത്. എന്താ കാര്യം? വൈകല്യമുള്ളതാണ്. ജനിച്ചു പോയി, വൈകല്യത്തോട് ജനിച്ചു പോയി. പക്ഷേ ആ അച്ഛന് തോന്നി അത് ഈ കുട്ടിയുടെ തെറ്റാണെന്ന് തോന്നി. അപ്പോൾ അങ്ങനത്തെ ചില സംഭവങ്ങളൊക്കെ നമ്മൾ ഈ അതിൻ്റെ ഓപ്പറേഷനൊക്കെ അത് ബേൺസ് ആയിരുന്നു കേട്ടോ. കുഞ്ഞുനാളിൽ പൊള്ളിയതായിരുന്നു. ആ പൊള്ളലിൻ്റെ വൈകല്യമായിരുന്നു. അപ്പോൾ ആ കുട്ടിയുടെ അന്ന് ആ പറയലും അതിന് എല്ലാം കഴിഞ്ഞ് ഓപ്പറേഷൻ കഴിഞ്ഞ് പോയതും അവരുടെ തലയൊന്നും അങ്ങനെ നിർത്താൻ പറ്റില്ല. ഇവിടെയൊക്കെ മസിൽ വരുന്ന കോൺട്രാക്ട് ചെയ്ത് എങ്ങനെയൊക്കെ ഇരിക്കുമല്ലോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പോയതും അതൊക്കെ ഓർക്കുകയാണ് ചെയ്യുന്നത്. അത് അതേമാതിരി ധാരാളമുണ്ട്.